ഹായ് ഫ്രണ്ട്സ്, സാബിന മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വർഷം 2023 വർഷം അവസാനിക്കാൻ പോവുകയാണ്. മലയാളത്തിൽ ഒരുപാട് സിനിമകൾ ഈ ഒരു വർഷം റിലീസ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 250ഓളം സിനിമകൾക്കടുത്ത് സിനിമകൾ റിലീസ് ചെയ്തിട്ടുണ്ട് മലയാളത്തിൽ. അതിലാകെ വിരലിൽ എണ്ണാവുന്ന സിനിമകളെ വിജയിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് ഭയങ്കര സങ്കടകരമായ കാര്യം. 20ൽ താഴെ സിനിമകളെ വിജയിച്ചിട്ടുള്ളൂ എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് തിയേറ്ററിൽ ഞാൻ പോയി കണ്ട സിനിമകളിൽ വിജയം അർഹിച്ച സിനിമകൾ, അതായത് ഫ്ലോപ്പായ സിനിമകളാണ്. അത് എനിക്ക് തോന്നുന്നു ആ സിനിമ വിജയിക്കേണ്ടതായിരുന്നു എന്ന്. അങ്ങനെ കരുതിയിട്ടുള്ള ഏകദേശം ഒരു 15ഓളം സിനിമകളുടെ ലിസ്റ്റാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. 2023 വിജയം അർഹിച്ച സിനിമകൾ ഏതൊക്കെയെന്നുള്ളതാണ്. ഒന്നാമത്തെ സിനിമ വിനീത് ശ്രീനിവാസനും ബിജു മേനോനും അപർണ ബാലമുരളിയൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ക്രൈം ഡ്രാമ സിനിമയായിരുന്നു തങ്കം എന്ന് പറഞ്ഞ സിനിമ. സ്ലോ ബേസിലായിരുന്നു ഈ സിനിമ മുന്നോട്ട് പോയിരുന്നത്. സിനിമ ഒരു ട്രാജഡി ടൈപ്പാണ് മൂവി. ക്ലൈമാക്സ് ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ലാസ്റ്റിൽ ആ ഒരു BGM സോങ്ങൊക്കെ വല്ലാത്തൊരു ഫീലായിരുന്നു എനിക്ക് സമ്മാനിച്ചത്. ഞാൻ നല്ലൊരു റിവ്യൂ ചെയ്തൊരു സിനിമയായിരുന്നു, വിജയിക്കുന്ന പ്രതീക്ഷിച്ച സിനിമയായിരുന്നു. പക്ഷേ തിയേറ്ററിൽ ഈ ഒരു സിനിമ വിജയിച്ചില്ല. വിനീത് ശ്രീനിവാസൻ്റെ ഒക്കെ പെർഫോമൻസ് കിടിലം പെർഫോമൻസ് ആയിരുന്നു. അപർണ ബാലമുരളിയൊക്കെ എത്തിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ സിനിമ ഇരട്ട, ജോർജ് ജോർജ്, അതുപോലെ തന്നെ ഇതിൻ്റെ ക്ലൈമാക്സ് ട്വിസ്റ്റും നമ്മളെ ഞെട്ടിച്ച ഒരു സിനിമ. ക്ലൈമാക്സ് വളരെ ഷോക്കായിപ്പോയ ഒരു സിനിമയായിരുന്നു. ക്ലൈമാക്സിലെ ആ ഒരു രംഗം ഒരു ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ജോർജ് ജോർജ് ഡബിൾ റോളിൽ വരുന്ന സിനിമയായിരുന്നു. അഞ്ജലിയായിരുന്നു നായികയായിട്ട് വന്നത്. രോമാഞ്ചം എന്ന് പറഞ്ഞ സിനിമയിൽ ആ ഓളത്തിൽ മുങ്ങിപ്പോയ ഒരു സിനിമയായിട്ടാണ് ഇരട്ട എന്ന സിനിമ എനിക്ക് തോന്നിയത്. കൊറിയൻ മൂവിയായ ഓൾഡ് ബോയിയോടൊക്കെ ഒരു അഡാപ്റ്റേഷനൊക്കെ ആയിട്ടാണ് ഈ ഒരു സിനിമയുടെ ക്ലൈമാക്സ് കാര്യങ്ങളൊക്കെ എനിക്ക് ഫീൽ ചെയ്തത്. എങ്കിലും മലയാളത്തിൽ നിന്നും ഇതുപോലൊരു സംഭവം പ്രതീക്ഷയില്ലായിരുന്നു. നല്ലപോലെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു ഇരട്ട എന്ന് പറഞ്ഞ സിനിമ. അടുത്തത് രേഖ, പെർഫോമൻസ് കൊണ്ട് ഞെട്ടിച്ച സിനിമയായിരുന്നു രേഖ എന്ന സിനിമ. വിൻസി അലോഷ്യസ് പൊളിച്ചടക്കിയ സിനിമയായിരുന്നു. കൂടാതെ ഉണ്ണിലാലു നായകനായിട്ട് വന്ന ഉണ്ണിലാലു ഒരു ക്രൈം ത്രില്ലർ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഈ സിനിമയിലെ അഭിനയത്തിനാണ് 54ാമത് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് ബെസ്റ്റ് ആക്ട്രസിനുള്ളത് വിൻസി അലോഷ്യസ് നേടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സിനിമ എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ഈ ഒരു സിനിമ എനിക്ക് തോന്നുന്നു രോമാഞ്ചത്തിൻ്റെ ആ ഒരു ഓളത്തിൽ മുങ്ങിപ്പോയ ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത് രേഖ എന്ന് പറയുന്ന സിനിമ. നാലാമത്തത് എങ്കിലും ചന്ദ്രിക, സുരാജ് വെഞ്ഞാറമൂട്, ബേസിൽ ജോസഫ്, സൈജു കുറുപ്പ് എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു കോമഡി എൻ്റർടൈൻമെൻറ്റ് വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു. ഒരു ഏവറേജ് ഹിറ്റെങ്കിലും കിട്ടാവുന്ന ഒരു സിനിമയായിട്ടാണ് ഈ ഒരു സിനിമ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു കംപ്ലീറ്റ് കോമഡി എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു ഈ ഒരു സിനിമ എന്നുള്ളത്. എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടില്ല, പക്ഷേ എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. തിയേറ്ററിൽ എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു. ഫസ്റ്റ് മുതൽ അവസാനം വരെ നമുക്ക് ചിരിച്ചുകൊണ്ട് കണ്ടിരിക്കാൻ പറ്റിയൊരു സിനിമയായിരുന്നു ഈ ഒരു സിനിമ. എന്താണ് എൻ്റെ ഒരു അഭിപ്രായം? എല്ലാവർക്കും ഒരേ അഭിപ്രായം ആയിരിക്കില്ലല്ലോ. ഓക്കെ, എങ്കിലും ചന്ദ്രിക നാലാമത്തെ സിനിമയാണ്. അഞ്ചാമത്തെ സിനിമ പ്രണയവിലാസം, റൊമാൻറ്റിക് കോമഡി ഫീൽ ഗുഡ് വിഭാഗത്തിൽ പെടുന്ന ഒരു സിനിമയായിരുന്നു. അർജുന അശോകനും അനുശ്വര രാജനും അമിതാഭ് ബൈജുവും ഒക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു. നല്ലൊരു സിനിമയായിരുന്നു ഈ ഒരു സിനിമ. നല്ലൊരു റൊമാൻറ്റിക് കോമഡി ഫീൽ ഗുഡ് വിഭാഗത്തിലൊക്കെ പെടുത്താൻ നല്ലൊരു സിനിമ. ഇങ്ങനെ കണ്ടിരിക്കാവുന്ന ഒരു സിനിമയായിരുന്നു. ഇങ്ങനെ ഒരു ബോറടി ഒന്നും ഇല്ലാതെ കണ്ടിരിക്കാൻ പറ്റിയ സിനിമയായിരുന്നു. ഒരു ഏവറേജ് ഹിറ്റ് സ്റ്റാറ്റസിലാണ് ഈ സിനിമ കാണുന്നതെങ്കിലും ഫ്ലോപ്പ് എന്നാണ് പലരും പറയുന്നത്. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല. എന്തായാലും ഒരു നല്ലൊരു വിജയം കരസ്ഥമാക്കേണ്ട ഒരു സിനിമ കൂടിയായിരുന്നു പ്രണയവിലാസം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ആറാമത്തെ സിനിമ കൊറോണ പെപ്പേഴ്സ്, ഒരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു. ജാപ്പാനീസ് മൂവിയായ സ്ട്രേ ഡോഗ് എന്ന് പറഞ്ഞ സിനിമയും അതുപോലെ തന്നെ തമിഴ് സിനിമയായ 8 തോട്ടകൾ എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു അഡാപ്റ്റേഷനായി, ഈ 2 സിനിമകളുടെ ഒരു അഡാപ്റ്റേഷനായിരുന്നു ഈ ഒരു സിനിമ. ഡീസൻ്റ് ആയിട്ട് റീമേക്ക് ചെയ്തൊരു സിനിമ കൂടിയായിരുന്നു കൊറോണ പേപ്പേഴ്സ്. പ്രിയദർശനായിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തിരുന്നത്. അപ്പോൾ കിടിലം പെർഫോമൻസ് ആയിരുന്നു ഈ സിനിമയിൽ. കിടിലം പെർഫോമൻസ് ആയിരുന്നു. ഷെയ്ൻ ടോം ജോക്ക് ആയിക്കോട്ടെ, ഷെയ്നിക ആയിക്കോട്ടെ, സിദ്ദിഖ് ആയിക്കോട്ടെ, എല്ലാവരും കിടിലം പെർഫോമൻസ് ആയിരുന്നു ഈ സിനിമയിൽ. ഒരു തിയേറ്ററിൽ നല്ലൊരു വിജയം കരസ്ഥമാക്കാൻ പറ്റുന്നൊരു സിനിമ കൂടിയായിരുന്നു. ഒരു അർഹിച്ചൊരു വിജയം കരസ്ഥമാക്കി സാധിച്ചില്ല എന്നുള്ളതാണ് ഈ ഒരു സിനിമയ്ക്ക്. അടുത്തത് ഒരു നല്ലൊരു ഫീൽ ഗുഡ് കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിട്ട് എനിക്ക് കണ്ടു തോന്നിയ സിനിമയായിരുന്നു പൂക്കാലം എന്ന് പറഞ്ഞ സിനിമ. വിജയരാഘവനും KPSC ലീലയും ബേസിൽ ജോസഫും വിനീത് ശ്രീനിവാസനും ഒക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്ന നല്ലൊരു കോമഡി ഫീൽ ഗുഡ് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ. ഇതിൻ്റെ 100 വയസ്സായ വിജയരാഘവൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം പെട്ടെന്നൊരു ദിവസം ഡൈവേഴ്സ് വേണമെന്ന് ആവശ്യപ്പെടുകയാണ്. പിന്നീട് ഉണ്ടാകുന്ന ആ കുടുംബത്തിലുണ്ടാകുന്ന രസകരമായ ഒരു സംഭവമാണ്, എക്സ്പീരിയൻസ് ആണ് ഈ സിനിമയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നല്ലപോലെ ഇഷ്ടപ്പെട്ടൊരു സിനിമ കൂടിയായിരുന്നു പൂക്കാലം എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമയ്ക്കും ഒരു അർഹിച്ച വിജയം നൽകാമായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.
എട്ടാമത്തെ സിനിമ നമ്മുടെ സുരാജ് വെഞ്ഞാറമൂട് പ്രധാന വേഷം കൈകാര്യം ചെയ്ത മദനോത്സവം എന്ന് പറഞ്ഞ സിനിമയാണ്. ഈ സിനിമ ഞാൻ തിയേറ്ററിൽ കണ്ടിട്ടില്ല. പലരും എന്നെ അറിയുന്ന പലരും ഈ സിനിമ കണ്ടിട്ട് നല്ല അഭിപ്രായം പറഞ്ഞൊരു സിനിമയായിരുന്നു. പക്ഷേ തിയേറ്ററിൽ ഈ സിനിമ പരാജയമായിരുന്നു. ഞാൻ സിനിമ തിയേറ്ററിൽ കണ്ടില്ല ആദ്യം പറഞ്ഞല്ലോ. OTT വെയിറ്റിംഗ് ആണ്. ഇതുവരെ OTT റിലീസ് ചെയ്യില്ല. പലരും കമൻറ്റ് ബോക്സ് ചോദിക്കാറുണ്ട് ഈ സിനിമ എന്നാണ് OTT റിലീസ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇതുവരെ അപ്ഡേറ്റ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഈ സിനിമയും അർഹിച്ച ഒരു വിജയം അർഹിച്ച ഒരു വിജയം അറിയിച്ച ഒരു സിനിമയിൽ ഉൾപ്പെടുത്താവുന്ന ഒരു സിനിമയാണ് മദനോത്സവം എന്ന ഈ സിനിമ. 9ാമത്തെ സിനിമ നമ്മുടെ ബേസിൽ ജോസഫ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ഇമോഷണൽ കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് കഠിന കഠോരമി അണ്ടകടകം എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമ എല്ലാവർക്കും ഒന്നും കണക്ട് ആവുന്ന ഒരു സിനിമ അല്ല. ബേസിൽ ജോസഫിനും കൂടെ ഇന്ദ്രൻസ് ജാഫർ ഇടുക്കിയാണ് സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഇമോഷണലി കണക്ട് ആയാൽ ഭയങ്കര ഫീൽ ആയിരിക്കും ഈ സിനിമ എന്നുള്ളതാണ്. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. നല്ലപോലെ ഇമോഷണലി ആയിട്ട് ഭയങ്കര ക്ലൈമാക്സിലെ സോങ്ങും ആ ഒരു സീനും കാര്യങ്ങളൊക്കെ നമ്മളല്ലാണ്ട് സങ്കടപ്പെടുത്തുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. വല്ലാണ്ട് ഫീലായ ഒരു സിനിമയായിരുന്നു കഠിന കഠോരമി അണ്ടകടകം എന്ന് പറഞ്ഞ സിനിമ. തിയേറ്ററിൽ എന്തായാലും ഒരു ഏവറേജ് ഹിറ്റെങ്കിലും കൊടുക്കാമായിരുന്നു ഈ സിനിമയ്ക്ക് എന്നുള്ളതാണ്. ഓക്കെ. അപ്പം 10ാമത്തെ സിനിമ സുലേഖ മനസ്സിൽ എന്ന് പറഞ്ഞ സിനിമയാണ്. റൊമാൻറ്റിക് കോമഡി ഫീൽ ഗുഡ് വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ലുക്മാൻ അവറാനും അനാർക്കലി മരക്കാരൻ ചെമ്പൻ വിനോദമൊക്കെ പ്രധാന വേഷം കൈകാര്യം സിനിമയായിരുന്നു. നല്ലൊരു ഓളത്തിൽ കാണാൻ പറ്റിയ കണ്ടു തീർക്കാവുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഈ സിനിമ തോന്നിയത്. നല്ല പാട്ടുകളൊക്കെ ആയിട്ട് രസകരമായിട്ട് കാണാൻ പറ്റിയ ഒരു നല്ലൊരു സിനിമ. ഒരു മലബാർ ആ ഒരു വെഡ്ഡിങ് സംഭവങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി പാട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വല്ലാത്തൊരു ഫീലായിരുന്നു ഈ ഒരു സിനിമ. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു. നല്ലൊരു ഫെസ്റ്റിവൽ മൂഡിൽ കാണാൻ പറ്റിയ സിനിമയായിരുന്നു. കല്യാണവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ടാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. ഈ സിനിമയും ഒരു അർഹിച്ച വിജയം കരസ്ഥമാക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. അടുത്ത സിനിമ നമ്മുടെ സത്യാന്തികാരൻ്റെ മകനായ അഖിൽ സത്യൻ്റെ ആദ്യത്തെ സംവിധാന സംരംഭമായിരുന്നു പാച്ചുവും അത്ഭുതങ്ങളൊക്കെ നടന്ന സിനിമ. ഈ സിനിമ ഒരു ഏവറേജ് ഹിറ്റ് എന്നാണ് കേൾക്കുന്നതെങ്കിലും ഒരു ഏവറേജ് ഹിറ്റായ പോരാ ഈ ഒരു സിനിമ. സത്യം പറയുകയാണെങ്കിൽ ഫാസിലായിരുന്ന സിനിമ പ്രധാന വേഷം കൈകാര്യം ചെയ്തിരുന്നത്. ഈ സിനിമയിൽ അഞ്ജന പ്രകാശ് എന്നൊരു നടി ഉണ്ടായിരുന്നു. നല്ല കിടിലം പെർഫോമൻസ് ആയിരുന്നു. പിന്നെ മുകേഷ്, ഇന്നസെൻ്റ്, വിനീത് എന്നിവരൊക്കെ കിടിലം പെർഫോമൻസ് ആയിരുന്നു. അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു സിനിമയുടെ ഏവറേജ് ഹിറ്റ് അല്ലായിരുന്നു വേണ്ടതെന്നുള്ളത്. നല്ലൊരു സൂപ്പർ ഹിറ്റ് ആവേണ്ട സിനിമയായിരുന്നത്. ബജറ്റ് കൂടുതലായതുകൊണ്ടാണ് ഈ സിനിമ പിന്നെ ഒരു ഏവറേജ് ഹിറ്റിൽ ഒതുങ്ങിപ്പോയെന്നുള്ളതാണ് ഞാൻ അറിഞ്ഞ സംഭവം. പാച്ചു അത്ഭുതങ്ങളൊക്കെ നല്ലൊരു ഹിറ്റ് ആവേണ്ട സിനിമയാണ്. 2018 ഇറങ്ങിയ സമയത്താണ് ഈ സിനിമ ഇറങ്ങിയത്. 2018 ആ ഒരു വെള്ളപ്പൊക്കത്തിൽ ഈ ഒരു സിനിമ മുങ്ങിപ്പോയി എന്നുള്ളതാണ്. അപ്പോൾ 12ാമത്തെ സിനിമ പെൻഡുലം എന്ന് പറഞ്ഞ സിനിമയാണ്. വിജയ് ബാബു, അനുമോൾ, ഇന്ദ്രൻസ്, രമേശ് പിഷാരടി എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു കിടിലൻ സിനിമയായിരുന്നു. ഒരു കിടിലൻ പരീക്ഷണ ചിത്രമായിരുന്നു. മലയാളത്തിൽ നിന്ന് റിലീസ് ചെയ്ത ഒരു കിടിലൻ ഒരു പരീക്ഷണ ചിത്രമായിരുന്നു ഈ ഒരു സിനിമ. പിന്നെ ലൂസിഡ് ഡ്രീംസിനെ കുറിച്ചൊക്കെ പറയുന്ന ഒരു സിനിമയായിരുന്നു. ടൈം ലൂപ്പ് മോഡലുള്ള സംഭവം. മലയാളത്തിലെ ഈ ഒരു കൺസെപ്റ്റ് ആദ്യമായിട്ടാണ് പലരും കാണുന്നത്. തമിഴിലൊക്കെ പലരും വന്നിട്ടുണ്ട് ഇതുപോലുള്ള പരീക്ഷണ ചിത്രങ്ങളൊക്കെ. അപ്പോൾ മലയാളത്തിൽ ഇതുപോലുള്ള പരീക്ഷണ ചിത്രങ്ങൾ വന്നാൽ തന്നെ ഹിറ്റാവാറില്ല സാധാരണ. പക്ഷേ OTT ഈ സിനിമ ഞാൻ തിയേറ്ററിൽ കണ്ട സിനിമയല്ല കേട്ടോ. ഞാൻ OTT ഇറങ്ങിയപ്പോഴാണ് ഈ സിനിമ കണ്ടത്. നല്ലൊരു ഒരു ഏവറേജ് ഹിറ്റെങ്കിലും ഈ സിനിമയ്ക്ക് കൊടുക്കാമായിരുന്നു എനിക്ക് തോന്നുന്നുണ്ട്. ഇതുപോലുള്ള പരീക്ഷണ ചിത്രങ്ങളൊക്കെ ഇനിയും മലയാളത്തിൽ വരണമെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അടുത്തത് 13ാമത്തെ സിനിമ കൊറോണ ദവാൻ എന്ന് പറയുന്ന സിനിമയാണ്. ലുക്മാനും ശ്രീനാഥ് ബാസിയും ജോണി ആൻ്റണിയും ശ്രുതി ജയനും സീമാജി നായരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു കിഡിലൻ കോമഡി എൻ്റർടൈൻമെൻറ്റ് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. കൊറോണ സമയത്തുണ്ടായ ഒരു ശരിക്കും നടന്ന കുറേ സംഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് എടുത്തൊരു സിനിമയാണ്. രസകരമായി ചിത്രീകരിച്ച സിനിമയായിരുന്നു. ഒരു ഏവറേജ് ഹിറ്റെങ്കിൽ ഈ സിനിമയ്ക്ക് കൊടുക്കാമായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ സിനിമ കണ്ട സമയത്ത്. അടുത്ത സിനിമ വേല എന്ന് പറഞ്ഞ സിനിമയാണ്. വേല ഒരു ക്രൈം ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ഷെയ്നിഗും സണ്ണിവേനൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമ. അതിഥി ബാലനൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു. നല്ലൊരു ക്രൈം ത്രില്ലർ ആയിരുന്നു ഈ ഒരു സിനിമ. സണ്ണിവേൻ്റെ കിടിലൻ പെർഫോമൻസ് ഒക്കെ ആയിരുന്നു ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകളിൽ ഒരു സിനിമയാണ് ഈ ഒരു സിനിമ. പിന്നെ ക്ലൈമാക്സിൽ ചെറിയ കുറച്ച് കൺഫ്യൂഷൻ കാര്യങ്ങളൊക്കെ സിനിമയിൽ ഉണ്ടായിരുന്നു. കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു ഒക്കെ തോന്നി. അതുകൊണ്ടാവാം സിനിമ ഹിറ്റാവാതെ പോയത്. എന്തായാലും ഒരു ആവറേജ് ഹിറ്റെങ്കിൽ ഈ സിനിമയ്ക്ക് കൊടുക്കാമായിരുന്നു എന്നുള്ളതാണ്. അടുത്തത് ഏറ്റവും അവസാനത്തെ സിനിമ 15ാമത്തെ സിനിമ ഫിനിക്സ് എന്ന സിനിമയാണ്. ഒരു ഹൊറർ റൊമാൻറ്റിക് വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു. മിഥുൽ മാനുവൽ തോമസ് തിരക്കഥ തയ്യാറാക്കിയ സിനിമയായിരുന്നു. അജു വർഗീസ്, ചന്ദ്രനാഥ്, അനുപമേന എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു. നല്ലൊരു ഹൊറർ മൂഡ് കൊണ്ടുവരാൻ സിനിമയ്ക്ക് സാധിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഫസ്റ്റ് ഹാഫിൽ മാത്രമേ ഒതുങ്ങിപ്പോയി ഈ ഒരു ഹൊറർ സംഭവം. ഈ ഫസ്റ്റ് ഹാഫിൽ മാത്രം ഒതുങ്ങിപ്പോയി എന്നുള്ളതാണ്. സെക്കൻഡ് ഹാഫിൽ ഫുൾ റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിലും എടുത്താവുന്ന ഒരു സിനിമയായിട്ടാണ് സെക്കൻഡ് ഹാഫ് മൊത്തമായിട്ട് പോകുന്നത്. പക്ഷേ നല്ലൊരു റൊമാൻസ് ഒരു പ്രണയമായിരുന്നു കാണിച്ചിരുന്നത്. പഴയ കാലത്ത് നല്ലൊരു പ്രണയമായിരുന്നു സിനിമയിൽ സെക്കൻഡ് ഹാഫിൽ കാണിച്ചിരുന്നത്. പിന്നെ നല്ല ഒരു പക്കാ ഹൊറർ പ്രതീക്ഷിച്ച് പോയതുകൊണ്ടാവാം ഈ ഒരു സിനിമ പലർക്കും കണക്റ്റ് ആവാതെ പോയത്. പക്ഷേ എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു ഈ ഒരു സിനിമ. ഈ സിനിമയ്ക്ക് ഒരു ആവറേജ് ഹിറ്റെങ്കിലും കൊടുക്കാമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും 15 സിനിമകളാണ് 2023
തിയേറ്റർ റിലീസ് ചെയ്തിട്ട് വിജയം അർഹിച്ച സിനിമകളായിട്ട് എനിക്ക് തോന്നിയ സിനിമകളായിട്ടുള്ളത് ഞാൻ കണ്ട സിനിമകളിൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകളാണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സിനിമകളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഇതുപോലുള്ള കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്ത തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്ത പല എന്താ പറയുക ഗംഭീര എക്സ്പീരിയൻസ് ആയ തിയേറ്ററിൽ അത്രയും കോരിത്തരിപ്പിച്ച് അത്രയും എക്സ്പീരിയൻസ് ആയ സിനിമകൾ ഏതൊക്കെയാണെന്നുള്ള ലിസ്റ്റ് ഞാൻ തയ്യാറാക്കി അടുത്തൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ തമിഴിൽ നിന്നും ഒക്കെ എല്ലാം കംപ്ലീറ്റ് ലിസ്റ്റായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പിന്നെ വാട്സാപ്പ് ഗ്രൂപ്പിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. എല്ലാവരും ഫോളോ ചെയ്യുക. നമുക്കതിലൂടെ സംസാരിക്കുകയും പിന്നെ സിനിമകളെക്കുറിച്ചും സീരീസുകളെക്കുറിച്ചൊക്കെ പിന്നെ ചർച്ചകളൊക്കെ ചെയ്യാവുന്നതൊക്കെയാണ്. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.